ഇന്ത്യൻ ബുക്ക് സ്റ്റോർ പ്രസിദ്ധീകരിച്ച ഗാന്ധിജിയുടെ ഭരണഘടന എന്ന അതിപ്രധാനമായ ബുക്കിന്റെ പ്രകാശന കർമ്മമാണ് നടക്കാൻ പോകുന്നത്. പ്രമുഖ അഭിഭാഷകനായ ശിവൻ മഠത്തിലാണ് ഈ പുസ്തകം രചിച്ചത്. നമ്മുടെ മുൻ DGP സന്ധ്യ മേഡം, പിന്നെ മലയാളത്തിലെ പ്രമുഖ കവി പ്രഭാവർമ്മ, മലയാള പ്രസാധന രംഗത്തെ മലയാളിയുടെ അഭിമാനമായ നമ്മുടെ എല്ലാമായ DC രവി സാർ, മറ്റ് വിശിഷ്ട വ്യക്തികളെ, ഇന്ത്യൻ ബുക്ക് സ്റ്റോറിന്റെ പ്രതി MD സുധാകരൻ സാർ, കോഴിക്കോട് നിന്ന് കഴിഞ്ഞ 20 വർഷമായി മലയാളത്തിലെ വൈജ്ഞാനിക, ആധ്യാത്മിക, ബാലസാഹിത്യ പുസ്തകങ്ങളും നിരവധി യൂണിവേഴ്സിറ്റി പുസ്തകങ്ങൾ ഇറക്കുന്ന ഒരു പ്രസാധക സംരംഭമാണ് ഇന്ത്യൻ ബുക്ക് സ്റ്റോർ. ഈ ഇന്ത്യൻ ബുക്ക് സ്റ്റോറിന് വേണ്ടിയാണ് അതിപ്രധാനമായ ഗാന്ധിജിയുടെ ഭരണഘടന എന്ന പുസ്തകം ശിവൻ സാർ, സുപ്രീം കോടതിയെ പ്രമുഖ അഭിഭാഷകനാണ്, അതിന്റെ ചടങ്ങിലേക്ക് കടക്കുകയാണ്. അധ്യക്ഷം വഹിക്കാൻ വേണ്ടി സുധാകരൻ സാറിനെ ക്ഷണിക്കും. പ്രിയപ്പെട്ടവരെ, വളരെ പരിമിതമായ സമയമാണ്. 12 മുതൽ 12:30 വരെയാണ് ഞങ്ങൾക്ക് അനുവദിച്ചത്. മലയാളത്തിൽ പ്രമുഖ നിയമജ്ഞനായ അഡ്വക്കേറ്റ് ശിവൻ മഠത്തിൽ, നിങ്ങൾക്ക് ഒരുപക്ഷെ എല്ലാവർക്കും അറിയാം, ചാനൽ ചർച്ചയുടെ മാത്രമല്ല വളരെ വിദഗ്ധനായ വിഖ്യാത നിയമങ്ങൾ കൈകാര്യം ചെയ്ത ശ്രീ ശിവൻ മഠത്തിൽ ആദ്യമായി മലയാളത്തിൽ പ്രസിദ്ധീകരിച്ച മഹാത്മാഗാന്ധിജിയുടെ ഭരണഘടന, ഒരുപക്ഷെ നമുക്കേവർക്കും അജ്ഞാതമായിരിക്കും ഈ ഭരണഘടന. അത് മലയാളത്തിൽ ആദ്യമായിട്ടാണ് പ്രസിദ്ധീകരിക്കുന്നത്. 1946 മഹാത്മജിയുടെ ശിഷ്യനായ നാരായണ അഗർവാൾ ഇത് ഇംഗ്ലീഷിൽ പ്രസിദ്ധീകരിച്ചു. അതിന്റെ മലയാളമാണ് ഇത് പ്രകാശനം ചെയ്യാൻ പോകുന്നത്. നമുക്കേവർക്കും പരിചിതമായ ഡോക്ടർ B. സന്ധ്യ, മലയാളത്തിലെ പ്രശസ്ത കവയിത്രി, ഒരുപക്ഷെ സാഹിത്യരംഗത്ത് ലബ്ധപ്രതിഷ്ഠ നേടിയ വിഖ്യാത കവികളുടെ ഇടയിൽ, എഴുത്തുകാരികളുടെ ഇടയിൽ ഇന്ന് അറിയപ്പെടുന്ന മുഖമാണ് ശ്രീമതി B. സന്ധ്യ. അതുപോലെ തന്നെ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട, ഇന്ന് മലയാളത്തിലെ പ്രിയപ്പെട്ട കവി എന്ന് പറയാം, ശ്രീ പ്രഭാവർമ്മ സാർ ഇവിടെ എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ മലയാള പ്രസാധക രംഗത്തെ കുലപതിയായ ശ്രീ DC രവി സാർ വേദിയിലുണ്ട്. ഈ ചടങ്ങിലേക്ക് അധ്യക്ഷത വഹിക്കുന്നതിന് വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് ശിവൻ മഠത്തിനെ ക്ഷണിച്ചുകൊള്ളു. എല്ലാവർക്കും ഒരു നല്ല സുപ്രഭാതം ഞാൻ നേരുകയാണ്. ഇവിടെ പ്രസിദ്ധീകരിക്കാൻ പോകുന്ന പുസ്തകത്തിന്റെ, അല്ലെങ്കിൽ പ്രസാദനം ചെയ്യാൻ പോകുന്ന പുസ്തകത്തിനെ സംബന്ധിച്ച് ശ്രീ സുധാകരൻ എന്നോട് സൂചിപ്പിച്ചു. ഞാൻ അതിന്റെ പുസ്തകത്തിന്റെ വിശദാംശങ്ങളിലൊന്നും കടക്കുന്നില്ല, 2 വാക്ക് മാത്രം പറയാനേ ഉള്ളൂ. ഈ പുസ്തകത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം ചെയ്യാമെന്ന് ഏറ്റിരുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട പാർലമെന്ററിയിൽ ശ്രീ MK പ്രേമേന്ദ്രൻ സാറായിരുന്നു. അദ്ദേഹത്തിന് ഇന്നലെ രാത്രി അടിയന്തരമായി ഇന്ന് 10:30 മണിക്ക് പാർലമെന്ററി കമ്മിറ്റിയുടെ എന്തോ അടിയന്തര യോഗം ഉള്ളതുകൊണ്ട് അദ്ദേഹത്തിന് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടെ വന്ന് വല്ലാത്തൊരു പ്രതിസന്ധി അല്ലെങ്കിൽ ഒരു വലിയ ആശയക്കുഴപ്പം നിൽക്കുമ്പോഴാണ് നമ്മുടെയൊക്കെ അഭിമാനവും പ്രിയങ്കരനുമായ മലയാളത്തിന്റെ പ്രിയ കവി പ്രഭാവർമ്മ സാറിനെയും, നമ്മുടെ നിങ്ങൾക്കറിയാം മലയാള ഭാഷയുടെ ഒരു തരത്തിൽ പറഞ്ഞാൽ പ്രസിദ്ധീകരണത്തിന്റെ കുലപതി എന്നൊക്കെ പറയാവുന്ന DC കിടക്കുന്നത് അദ്ദേഹത്തിന്റെ DC രവി അദ്ദേഹത്തെ ഇവിടെ കണ്ടു. അവരുടെ ആ വലിയ മനസ്സിന് ഈ പരിപാടി ഔപചാരികമായി പങ്കെടുക്കാൻ കഴിഞ്ഞതിന്, ആ വലിയ മനസ്സിന് ഞാൻ നന്ദി പറയുന്നു. ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്ന് പൂർണ്ണ ബോധ്യമുള്ള ആളാണ് ഞാൻ. പക്ഷെ എങ്കിലും സ്വാതന്ത്ര്യവും അവര് നമ്മളോടൊക്കെ കാണിക്കുന്ന, അല്ലെങ്കിൽ ഭാഷയോട്, സാഹിത്യത്തോട്, എഴുത്തിനോട്, അക്ഷരത്തോട് ഒക്കെ കാണിക്കുന്ന ആ ഒരു സ്നേഹവായ്പും പരിഗണനയും വെച്ചുകൊണ്ട് ഈ പരിപാടിയിൽ കിട്ടിയ, ഞാനത് പറയുന്നത് നിങ്ങൾ പറയാറില്ലേ, വീട് കിട്ടിയ വസന്തം എന്നൊക്കെ പറഞ്ഞതുപോലെ 2 നർമ്മണം പരത്തുന്നവരാണ് 2 പേരും. അതുപോലെ തന്നെ സന്ധ്യ മാഡത്തിന് എനിക്ക് വർഷങ്ങളായിട്ട് അറിയാം. പോലീസ് മേഖലയിൽ വളരെ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുള്ള, ഞാൻ മനസ്സിലാക്കുന്നത് 28 പരം പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സന്ധ്യ മാഡമാണ് നമ്മുടെ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്ന മറ്റൊരു മുഖ്യാതിഥി. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, ഒരു കാര്യം മാത്രം ഞാൻ പറഞ്ഞ് നിങ്ങൾക്ക് ഈ പുസ്തകത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, 946 ഡോക്ടർ അംബേദ്കർ നേതൃത്വത്തിൽ 7 പേരടങ്ങുന്ന കമ്മിറ്റി, ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ വെച്ചിട്ട് ഭരണഘടന ഡ്രാഫ്റ്റ് ചെയ്യുകയാണ്. 141 ദിവസം എടുത്തു ഡ്രാഫ്റ്റ് ചെയ്യാൻ.
അത് കഴിഞ്ഞ് 165 ദിവസം എടുത്തു അത് കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയിൽ, ഭരണഘടനാ നിയമനിർമ്മാണ സഭയിൽ ചർച്ച നടക്കുന്നു. 6735 ഭേദഗതികളിൽ വരുത്തുന്നു. പക്ഷേ ഒരു കാര്യം ഞാൻ നോക്കിയത്, ഭരണഘടനയും നമ്മുടെ ജനങ്ങളുടെ ഇടയിൽ ഭരണഘടനയുടെ മൂല്യങ്ങളും ഒക്കെ ഉയർത്തിപ്പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരമ്പര, പ്രഭാഷണ പരമ്പര ഭരണഘടനാ ദിനമായി കഴിഞ്ഞ നവംബർ 26 തുടങ്ങി. ഒരു വർഷമാണ്. അതിനു വേണ്ടിയിട്ടുള്ള പഠനങ്ങളും കാര്യങ്ങളും നടത്തി കൊണ്ടിരിക്കുമ്പോഴാണ് എന്റെ ശ്രദ്ധയിൽ ഈ പുസ്തകം പെട്ടത്. ഇതിലൊരു പ്രത്യേകത, അംബേദ്കർ വിഭാവനം ചെയ്ത ഭരണഘടനയിൽ നിന്ന് വളരെ വ്യത്യസ്തമായി ഗാന്ധിജി 943 നോക്കണം, കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി വയ്ക്കുന്നതിന് 4 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം എഴുതിയ പുസ്തകമാണ്. അദ്ദേഹത്തിന്റെ പ്രിയ ശിഷ്യൻ നാരായണ അഗർവാൾ, അദ്ദേഹം ഗുജറാത്ത് ഗവർണറായിരുന്നു, വാർത്താ യൂണിവേഴ്സിറ്റിയിലെ വൈസ് ചാൻസലറായിരുന്നു, വലിയ മഹാപ്രതിഭയായിരുന്നു. അദ്ദേഹം എഴുതിയ പുസ്തകത്തിന് അവതാരി എഴുതുന്ന മഹാത്മാഗാന്ധിയായിരുന്നു. അതിൽ പ്രധാനമായി പറയുന്നത്, ഈ ഇന്ത്യയുടെ ഭരണഘടന ഒരിക്കലും മറ്റു രാജ്യങ്ങളുടെ ഭരണഘടന എടുത്തിട്ടല്ല നമ്മൾ എഴുതേണ്ടത്, മറിച്ച് നമുക്കൊരു സ്വദേശി ഭരണഘടന വേണം. അതിന്റെ അടിസ്ഥാന തത്വം ഗ്രാമമായിരിക്കണം. അതിന്റെ അടിസ്ഥാനപരമായ സങ്കല്പം ഗ്രാമാന്തരത്തിൽ കഴിയുന്ന കൃഷിക്കാരും പാവപ്പെട്ടവരും ദലിത് ആദിവാസികൾക്കും ക്ഷേമം ഉയർത്തിക്കൊണ്ടായിരിക്കണം ഭരണഘടന എന്ന് പറഞ്ഞ് വളരെ മനോഹരമായ രീതിയിൽ ആ സങ്കല്പം അദ്ദേഹം ഉയർത്തിപ്പിടിക്കുന്നു. പക്ഷേ അംബേദ്കർ അതിനോട് പൂർണ്ണമായി യോജിക്കാത്ത ഒരു തലമുണ്ട്. അത് ആ പുസ്തകം നിങ്ങൾ വായിക്കുന്നവർക്ക് മനസ്സിലാവും. അതാണ് അതിന്റെ ഒരു പ്രത്യേകത. എന്തായാലും ആ പുസ്തകം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ അവസരം കിട്ടിയതിന് ഞാൻ കൂടുതൽ കിടക്കുന്നില്ല. ഈ വ്യക്തിത്വങ്ങൾ ആ കർമ്മം നിർവഹിക്കാൻ വേണ്ടി മിഷൻ എന്ന നിലയിൽ അവരെ ഞാൻ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. നിങ്ങളെ പങ്കെടുക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു പ്രത്യേകമായ സ്വാഗതം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ മുൻ DGP IPS ബി സന്ധ്യ മേഡം പുസ്തകം പ്രകാശനം ചെയ്യുന്നു. ഏറ്റുവാങ്ങുന്നത് മലയാളത്തിന്റെ പ്രിയപ്പെട്ട കവി ശ്രീ പ്രഭാവർമ്മ സാർ. നമ്മൾ 2 വാക്ക് പറയുന്നതിന് വേണ്ടി ഡോക്ടർ ബി സന്ധ്യ അവർക്ക് ക്ഷണിക്കുന്നു. വേദിയിലുള്ള പ്രിയ കവി ശ്രീ പ്രഭാവർമ്മ, ശ്രീ രവി DC, ശ്രീ ശിവൻ മഠത്തിൽ, മറ്റു വിശിഷ്ട അതിഥികളെ, പുസ്തകപ്രേമികളെ, ഗാന്ധിജിയുടെ ഭരണഘടന എന്ന ഈ പുസ്തകം നാരായണ അഗർവാൾ ഗാന്ധിജി പറഞ്ഞത് കേട്ടെഴുതിയൊരു പുസ്തകമാണ്. അത് അഡ്വക്കേറ്റ് ശിവൻ മഠത്തിൽ മലയാളികൾക്കായി വിവർത്തനം ചെയ്തിരിക്കുന്നത് വളരെ മനോഹരമായിട്ട് തന്നെയാണ്. അത് മലയാളത്തിന്റെ പുണ്യം എന്ന് പറയുവാനായിട്ട് സാധിക്കുന്നു. ഗാന്ധിജിയുടെ ഭരണഘടന 1946 എഴുതപ്പെട്ടതുകൊണ്ട് തന്നെ ഇന്ത്യയും പാകിസ്ഥാനും ഒക്കെ നിറഞ്ഞ ഗ്രേറ്റർ ഇന്ത്യ എന്ന ഒരു ഭാരതമാണ് അതിൽ വിവക്ഷിച്ചിരിക്കുന്നത്. ഗാന്ധിജിയുടെ ഗ്രാമസ്വരാജ്, ആ ഗ്രാമത്തിലെ ഭരണഘടന അനുസരിച്ചുള്ള ഭരണം, ഇന്ത്യയിൽ എങ്ങനെയാണോ വൈശാലിയിലൊക്കെ പണ്ട് നിലനിന്നിരുന്ന ജനാധിപത്യം, അതുപോലെ സ്വതന്ത്ര ഗ്രാമ റിപ്പബ്ലിക്കുകളുടെ ഒരു ഫെഡറേഷൻ, അതാണ് ഗാന്ധിജി യഥാർത്ഥത്തിൽ വിഭാവനം ചെയ്തിരിക്കുന്നത്. അതിൽ ഭാഷാടിസ്ഥാനത്തിലുള്ള സ്റ്റേറ്റുകൾ പ്രത്യേകമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൃഷിയും ധനകാര്യവും വിദേശകാര്യവും ക്രിമിനൽ ജസ്റ്റിസും വ്യവസായവും എല്ലാം എങ്ങനെ വേണമെന്നുള്ള അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് വളരെ വിശദമായി ഈ ഗാന്ധിജിയുടെ ഭരണഘടന എന്ന പുസ്തകത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. വാസ്തവത്തിൽ വളരെയധികം ഐഡിയൽ ആയിട്ടുള്ള ഒരു ജനാധിപത്യ രീതി, അഹിംസയുടെ അടിസ്ഥാനത്തിലുള്ള ഒരു ലോകക്രമം കെട്ടിപ്പടുക്കുന്നതിന് ഭാരതത്തിന് എത്രമാത്രം ഭംഗിയായി പ്രവർത്തിക്കാൻ കഴിയും എന്നുള്ളത് വളരെ വ്യക്തമായി ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. ഭാരതത്തിന്റെ ഏറ്റവും വലിയ ശക്തി അഹിംസയായി മാറുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള ഓരോ ഗ്രാമത്തിലും അതിനാവശ്യമുള്ള
എല്ലാ കാര്യങ്ങളും സ്വയം നിർമ്മിക്കുമ്പോൾ നമുക്ക് പുറം രാജ്യങ്ങളെ ആശ്രയിക്കേണ്ടാത്ത ഒരു അവസ്ഥ നിലവിൽ വരികയും അതുകൊണ്ട് തന്നെ ഭാരതത്തെ മറ്റാർക്കും ആക്രമിക്കാൻ ആവശ്യമില്ലാത്ത ഒരു നില വരികയും ഇത്തരം ഒരുപാട് രാജ്യങ്ങൾ ലോകത്തിൽ ഉണ്ടാകുമ്പോൾ ഒരു ലോക ഫെഡറേഷൻ ആത്യന്തികമായി ഉണ്ടാവുകയും ചെയ്യും. എന്തൊക്കെ ഗാന്ധിജി വിഭാവന ചെയ്യുമ്പോൾ ഒരുപക്ഷെ ഇന്നത്തെ തലമുറ എന്തൊരു യൂട്ടോപ്യൻ ആണ് ഇത്തരം ചിന്താഗതി എന്ന് കരുതിയേക്കാം. പക്ഷേ നമുക്ക് തീർച്ചയായിട്ടും ലോകത്തിൽ ഇന്ന് ആവശ്യം അത്തരം ഒരു ഭരണക്രമം തന്നെ അല്ലേ എന്ന് ഉറക്കെ ചിന്തിക്കുന്ന കാര്യങ്ങളാണ് ഇന്ന് ചുറ്റും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം കഴിഞ്ഞ ദിവസം എന്താണ് US വെനിസ്വേലയോട് ചെയ്തത്. ലോകത്തിന്റെ ഓരോ ഭാഗങ്ങളിലും ഇന്ന് എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന്. അഹിംസയാണ് ഏറ്റവും വലിയ ആയുധം എന്ന് പറയുമ്പോൾ ആയുധ കച്ചവടത്തെ ആശ്രയിച്ച് നിലനിൽക്കുന്ന ഇന്നത്തെ മുതലാളിത്തത്തിൽ അടിസ്ഥാനപ്പെടുത്തിയ ജനാധിപത്യ ക്രമം, അപ്പൊ അതിന്റെ ഏറ്റവും വലിയ ഡേഞ്ചർ എന്താണ് എന്ന് ഗാന്ധിജി പുസ്തകത്തിൽ വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. അപ്പൊ സോഷ്യലിസ്റ്റ് ഭരണക്രമം എന്നുള്ള നിലയിൽ തൊഴിലാളികളുടെ സർവാധിപത്യത്തിലേക്ക് നീങ്ങിയാലും മുതലാളിത്ത സർവാധിപത്യം ജനാധിപത്യം എന്നുള്ള രീതിയിൽ നീങ്ങിയാലും ഒടുവിൽ വളരെയധികം പവർഫുൾ ആയിട്ടുള്ള ചില വ്യക്തികളിൽ അധികാരം കേന്ദ്രീകരിക്കപ്പെട്ടാൽ രണ്ടും അപകടം ആണ് എന്നുള്ള തിരിച്ചറിവ് അദ്ദേഹം ഈ പുസ്തകത്തിൽ നമുക്ക് നൽകുന്നുണ്ട്. യഥാർത്ഥത്തിലുള്ള ഒരു ഗ്രാമ റിപ്പബ്ലിക്കിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന ആളുകൾ അവരെയൊക്കെ 3 വർഷത്തേന് തിരഞ്ഞെടുത്താൽ മതിയെന്നാണ് കേട്ടോ ഗാന്ധിജി പറയുന്നത്. അപ്പൊ 3 വർഷത്തേന് തിരഞ്ഞെടുത്ത് വിട്ടു കഴിഞ്ഞാൽ അഖിലേന്ത്യാ തലത്തിൽ പോലും അഖിലേന്ത്യാ ഗ്രാമപഞ്ചായത്താണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ അത്തരം ഗ്രാമ പഞ്ചായത്തുകൾക്ക് നമ്മുടെ ജുഡീഷ്യറിയെ പോലും നിയമിക്കാനുള്ള അധികാരം, പോലീസുകാർക്കും അധ്യാപകർക്കും ഒക്കെ ശമ്പളം കൊടുക്കാനും അവരുടെ മേൽ ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കാനുമുള്ള അധികാരം ഒക്കെയുള്ള കരുത്തുറ്റ വേണ്ടി വന്നു കഴിഞ്ഞാൽ 75% പേർ തിരിച്ചു വരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് ഈ ജനപ്രതിനിധികളെ എടുക്കാൻ കഴിയുന്ന ഒരു വ്യവസ്ഥിതി ഇതൊക്കെ ഉണ്ടായെങ്കിൽ തീർച്ചയായിട്ടും അത്തരം ഒരു ജനാധിപത്യത്തിൽ പ്രവർത്തിക്കുന്ന വ്യക്തികൾക്ക് സത്യസന്ധമായി സ്വന്തം ഗ്രാമത്തിന്റെ സ്വന്തം രാജ്യത്തിന്റെ ഉന്നതിക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കേണ്ട ഒരു അവസ്ഥ വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പൊ കൃഷി ചെയ്യുന്ന ആളുകൾക്ക് പാട്ടത്തിന് മാത്രം സ്ഥലം കൊടുക്കുക, ഇന്ത്യയിലെ മുഴുവൻ കൃഷിഭൂമിയും ഇന്ത്യ ഗവൺമെന്റിൻ്റെതായിട്ട് മാറുക എന്ന് പറയുമ്പോൾ തന്നെ അപ്പൊ മുതലാളിത്ത ഭരണക്രമം യന്ത്രങ്ങളുടെ ഉയർച്ചയിൽ മനുഷ്യൻ മറ്റൊരു യന്ത്രമായി മാറുന്ന കാഴ്ച, ഇതൊക്കെ ഇല്ലാതെ മനുഷ്യർക്ക് 8 മണിക്കൂർ പണിയെടുത്ത് ബാക്കി സമയം ഭംഗിയായി വിശ്രമിക്കാനും ജീവിക്കാനും ജീവന്റെ ഉയർച്ച എന്നാണ് ഗാന്ധിജി സൂചിപ്പിക്കുന്നത്. ജീവിത നിലവാരത്തിന്റെ ഉയർച്ച എന്നല്ല, ജീവന്റെ ഉയർച്ച. 8 മണിക്കൂറിൽ മിനിമം കൂലി എല്ലാവർക്കും കിട്ടുക, അങ്ങനെ വിഭവങ്ങൾ ഭംഗിയായി ഷെയർ ചെയ്തുകൊണ്ട് രാജ്യത്തിന്റെ വികസനത്തിനായി പ്രവർത്തിക്കുന്ന ഒരു സംസ്കാരം. അതുപോലെ നമ്മുടെ നാടൻ കലകളും നമ്മുടെ കരകൗശല വസ്തുക്കളുമൊക്കെ ഭംഗിയായി അവതരിപ്പിക്കാൻ നമ്മുടെ സ്കൂളുകളിലും ഗ്രാമങ്ങളിലുമൊക്കെ കഴിയുന്ന, അങ്ങനെ ഇന്ത്യയുടെ സംസ്കാരത്തെ നിലനിർത്തുന്നതിന് ഉതകുന്ന, അതേപോലെ തന്നെ വർഗീയതയ്ക്ക് യാതൊരു അടിസ്ഥാനവും സ്ഥാനവുമില്ലാത്ത, ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൽ വിദ്യാഭ്യാസത്തിലൊക്കെ നമ്മൾ ഊന്നി നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും അവിടെ വർഗീയതയ്ക്ക് യാതൊരു സ്ഥാനവുമില്ല. കാരണം മനുഷ്യന്റെ ജീവന്റെ ഉയർച്ചയാണ് അവിടെ പ്രാധാന്യം നേടുന്നത്. അത്തരത്തിലുള്ള ഒരു മനോഹരമായ സങ്കല്പം ഗാന്ധിജിയുടെ ഭരണഘടനയിൽ ഉണ്ട്. അത് വാസ്തവത്തിൽ നമ്മുടെ പ്രിയങ്കരനായ അംബേദ്കർ ഉണ്ടാക്കിയ ഭരണഘടനയേക്കാൾ
വളരെ ഉയരത്തിൽ നിൽക്കുന്ന ഒന്നാണ്. അതിലേക്ക് നമ്മുടെ രാജ്യത്തിന് പോകാനായി പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഭരണഘടനയുടെ പിതാക്കന്മാരും മാതാക്കന്മാരും നമുക്ക് വേണ്ടി, നമ്മുടെ രാജ്യത്തിന് വേണ്ടി ആഗ്രഹിച്ചത് എന്താണ്? നിരന്തരം പുതുക്കപ്പെടുന്ന ഒരു ഭരണഘടനയാണ് അവർ ആഗ്രഹിച്ചത്. അതല്ലാതെ ഒരിക്കലും മാറ്റമില്ലാതെ, മാറ്റാൻ സാധ്യമല്ലാത്ത ഫണ്ടമെന്റൽ റൈറ്റ്സ് മാത്രം അടങ്ങിയ ഒരു ഭരണഘടന അല്ല അവർ വിഭാവനം ചെയ്തത് എന്നുള്ളത് കൊണ്ട് തന്നെ പുതുക്കപ്പെടുന്ന ഭരണഘടനയിൽ ഇത്തരം അംശങ്ങൾ നാളെ ചേർക്കപ്പെടാൻ പാടില്ലാത്തതല്ല. ജനാധിപത്യ സമൂഹത്തിലെ നമ്മുടെ ജനങ്ങൾ പ്രബുദ്ധരാകുകയും ഇത്തരം കാര്യങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കുകയും ചെയ്താൽ നാളെ ഒരുപക്ഷെ നമ്മുടെ ഭരണഘടന കൂടുതൽ വികസിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു പുതിയ കാൽവെപ്പിലേക്ക് നീങ്ങുവാൻ സാധിക്കും. നമ്മുടെ നാട്ടിലെ വിദ്യാഭ്യാസം, നമ്മുടെ നാട്ടിലെ കൃഷിരീതി, നമ്മുടെ നാട്ടിലെ വ്യവസായ രീതി, നമ്മുടെ നാട്ടിൽ ജനങ്ങളുടെ ജീവന് പ്രാധാന്യം നൽകിക്കൊണ്ട്, ആ ജീവന്റെ ഉയർച്ചയ്ക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് ഉള്ള ഒരു ഭരണക്രമം, ജീവിതക്രമം നിലവിൽ വന്നാൽ, അതുകൊണ്ട് തന്നെ ഒരു പുനർവായനയ്ക്ക് നമ്മുടെ ഭരണഘടനയെ വിധേയമാക്കുവാനൊന്ന് മാറി ചിന്തിക്കുവാനും നമ്മുടെ സമൂഹത്തെ പ്രേരിപ്പിക്കുന്ന ഒരു പുസ്തകമായിരിക്കും ഇതെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ ഈ ഗാന്ധിജിയുടെ ഭരണഘടന സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ എന്ന നാരായണൻ അഗർവാളിന്റെ പുസ്തകം അഡ്വക്കേറ്റ് ശിവൻ മഠത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്തത് എല്ലാവരും വാങ്ങി വായിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ശ്യാമമാധവം എന്ന കൃതിയിലൂടെ തന്റെ മാസ്റ്റർ പീസാക്കി മാറ്റിയ നമ്മുടെ പ്രിയപ്പെട്ട കവി പ്രഭാവർമ്മ 2 വാക്ക് സംസാരിക്കുന്നു. ഡോക്ടർ പി സന്ധ്യ, പ്രിയപ്പെട്ട DC ശ്രീ ശിവൻ മഠത്തിൽ, വേദിയിലും സദസ്സിലുള്ള മറ്റ് പ്രിയപ്പെട്ടവരെ, വളരെ യാദൃശ്ചികമായാണ് ഞാൻ ഈ വേദിയിലേക്ക് കടന്നു വന്നത്. ഈ പുസ്തകത്തെക്കുറിച്ച് കൃത്യമായ ഒരു ധാരണയില്ലാതെയാണ് ഞാൻ സംസാരിക്കാൻ തുടങ്ങുന്നത് എന്ന് ആമുഖമായി പറയട്ടെ. ഹിന്ദിയിൽ ഒരു 2 വരിയുണ്ട്, ഖാനെ ഖാനെ പർ ലിഖാ ഹൈ ഖാനെ വാലെ കാ നാം. അതായത് ഓരോ ധാന്യത്തിലും എഴുതിയിട്ടുണ്ട് അത് കഴിക്കേണ്ട ആളുടെ പേര് എന്ന്. ഇവിടെ സത്യത്തിൽ ഈ പുസ്തകം പ്രകാശനം ചെയ്യേണ്ടിയിരുന്നത് ശ്രദ്ധേയനായ പാർലമെന്റേറിയനായ ശ്രീ പ്രേമചന്ദ്രൻ ആണ്. അത് ഏറ്റുവാങ്ങേണ്ടിയിരുന്നത് ശ്രീമതി ഡി സന്ധ്യയുമാണ്. എന്നാൽ ഇവിടെ അതെല്ലാം തകിടം മറിഞ്ഞു വന്നിട്ട് ശ്രീമതി ഡി സന്ധ്യ ഈ പുസ്തകം പ്രകാശനം ചെയ്യണമെന്നും ഞാൻ ഏറ്റുവാങ്ങണമെന്നും ഉള്ള ഒരു അവസ്ഥയാണ് ഉണ്ടായത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഓരോ എണ്ണത്തിലും അത് കഴിക്കേണ്ടതിൻ്റെ പേര് നേരത്തെ തന്നെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ പുസ്തകത്തിൻ്റെ ശിരസിൽ പക്ഷെ എഴുതിയിട്ടുണ്ടാവാം, ഈ പുസ്തകം ഏറ്റുവാങ്ങേണ്ടത് പ്രഭാവർമ്മയാണ്. അതിനപ്പുറത്ത് ഇതിനെക്കുറിച്ചൊന്നും പറയാൻ പറ്റില്ല സത്യത്തിൽ ഈ ഒരു യാദൃശ്ചികത. എന്തായാലും ഈ യാദൃശ്ചികത എന്നെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ സന്തോഷം തരുന്ന ഒന്നാണ്. ഞാൻ അഡ്വക്കേറ്റ് ശിവൻ മഠത്തിലുമായി നേരിട്ട് ബന്ധം ഉണ്ടായിട്ടുള്ള ആളല്ല. എന്നാൽ അദ്ദേഹം എഴുതുന്ന പ്രബന്ധങ്ങളിലൂടെ, ലേഖനങ്ങളിലൂടെ ഒക്കെ അദ്ദേഹത്തെക്കുറിച്ച് വളരെ വ്യക്തമായൊരു ധാരണ മനസ്സിൽ സ്വരൂപിച്ചിട്ടുള്ള ആളാണ്. അതായത് അദ്ദേഹത്തെ കണ്ടിട്ട് ആ ഒരു ഇംപ്രഷനിലോ അദ്ദേഹം പറയുന്ന എന്തെങ്കിലും കേട്ടിട്ട് അത് മനസ്സിലുണ്ടാക്കുന്ന ഒരു ധാരണയിലോ അല്ല ഞാൻ ശിവൻ മഠത്തിനെ കണ്ടിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ നിയമ പാണ്ഡിത്യം, അദ്ദേഹത്തിൻ്റെ പൊതു വിജ്ഞാനം, ഇതിനെക്കുറിച്ചൊക്കെ വളരെ ഏറെ മതിപ്പുള്ള മനസ്സോടുകൂടിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. അദ്ദേഹം എഴുതിയിട്ടുള്ള കൃതികളെല്ലാം തന്നെ വളരെ ഇൻഫോർമേറ്റീവ് ആയിരുന്നിട്ടുണ്ട്, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നിട്ടുണ്ട്. ഞാൻ വളരെ കൗതുകത്തോടുകൂടി അറിയാനുള്ള ജിജ്ഞാസയോടുകൂടി അദ്ദേഹം എഴുതിയതൊക്കെ എന്നും വായിച്ചു പോന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു കൃതി തയ്യാറാക്കുമ്പോൾ അത് ഏത് വിധത്തിലുള്ളതാകും എന്നതിനെക്കുറിച്ച് എനിക്ക് ഒരു മുൻകൂർ ധാരണയൊക്കെ ഉണ്ട്. ഇവിടെയാകട്ടെ അദ്ദേഹത്തിൻ്റെ മൗലികമായ ചിന്തകൾ പ്രതിഫലിച്ച് നിൽക്കുന്ന ഒരു പുസ്തകമല്ല പ്രകാശിതമാവുന്നത് എന്ന് നിങ്ങൾക്കറിയാം. മഹാത്മാഗാന്ധിയുടെ ഭരണഘടനാ സങ്കല്പത്തെക്കുറിച്ച് എഴുതപ്പെട്ട ഒരു കൃതി, ആ കൃതിയുടെ പരിഭാഷയാണ് അദ്ദേഹം നിർവഹിച്ചിട്ടുള്ളത്. എന്നാൽ പരിഭാഷ നിർവഹിക്കുമ്പോൾ പലപ്പോഴും സംഭവിക്കുന്ന എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ സത്ത തന്നെ ചോർന്നു പോകും.
വാട്ട് ഈസ് ലോസ്റ്റ് ഇൻ ട്രാൻസ്ലേഷൻ ഈസ് പോയട്രി എന്നൊരു ചൊല്ലുണ്ട്. പ്രതിഭാഷയിൽ ചോർന്നു പോകുന്നത് എന്താണോ, നഷ്ടമായി പോകുന്നത് എന്താണോ കവിത എന്ന് പറയും. അതിന് ഒരു മറുപടിയായിട്ട് വാട്ട് സർവൈവ്സ് പോയട്രി ഈസ് ട്രാൻസ്ലേഷൻ, വാട്ട് സർവൈവ്സ് ട്രാൻസ്ലേഷൻ ഈസ് പോയട്രി എന്നൊരു മറുവാദവുമുണ്ട്. ഇവിടെ ശ്രീമഠത്തിന്റെ കാര്യത്തിൽ ട്രാൻസ്ലേഷനിലൊന്നും ചോർന്നു പോയിട്ടുണ്ടാവില്ല എന്ന കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട്. കാരണം അദ്ദേഹത്തിന് ഇംഗ്ലീഷ് ഭാഷ നന്നായിട്ടറിയാം, നിയമം നന്നായിട്ടറിയാം, മഹാത്മാഗാന്ധിയുടെ ഭരണഘടനാ സങ്കല്പത്തെക്കുറിച്ച് നന്നായിട്ടറിയാം. അതുകൊണ്ട് തന്നെ പരിഭാഷയെ അതിജീവിക്കുന്ന വിധത്തിലുള്ള ഒരു ഗാന്ധി സത്ത, ഒരു ഗാന്ധി എന്ന വികാരം ഈ കൃതിയിൽ പ്രതിഫലിച്ചു നിൽക്കുന്നുണ്ടാകുമെന്ന കാര്യത്തിൽ എനിക്ക് സംശയമേതുമില്ല. ഇങ്ങനെ എൻ്റെ ജീവിതത്തിൽ ആദ്യമാണ് ഒരു പുസ്തകം ഒന്ന് നോക്കുക പോലും ചെയ്യാതെ ആ പുസ്തകത്തെക്കുറിച്ച് സംസാരിക്കേണ്ട ഒരു അവസ്ഥയെ നേരിടുന്നത്. മഹാത്മാഗാന്ധി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മളുടെ മനസ്സിൽ രോമാഞ്ചം ഉണ്ടാകും. എന്തുകൊണ്ടാണ് രോമാഞ്ചം ഉണ്ടാകുന്നത്? നമ്മുടെ കൈവശമുള്ള മനസ്സിലാക്കേണ്ടതായ മുഴക്കോൽ കൊണ്ട് എത്രയേറെ അളന്നാലും ആ അളവുകളെയൊക്കെ അതിലംഘിച്ച് വളർന്നു നിൽക്കുന്ന ചില മഹത് വ്യക്തിത്വങ്ങളുണ്ട്. അത്തരം വ്യക്തിത്വങ്ങളുടെ നിലയിലാണ് മഹാത്മാഗാന്ധിയുടെ സ്ഥാനം എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. എന്തുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നതെന്ന് വെച്ചാൽ, മഹാത്മാഗാന്ധിക്ക് സമനായി ലോകത്ത് ചരിത്രത്തിൽ മഹാത്മാഗാന്ധി മാത്രമേ ഉള്ളൂ. ഈ ആധുനിക കാലത്ത്, ആധുനിക കാലം എന്ന് പറയുമ്പോൾ കഴിഞ്ഞ നൂറ്റാണ്ടുകൾ എടുക്കുക, ഈ നൂറ്റാണ്ടുകളിൽ ഏതെങ്കിലും ഒരു വ്യക്തി മുൻകൈയെടുത്ത് ഒരു രാജ്യത്തെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ചിട്ടുണ്ടെങ്കിൽ ആ രാജ്യത്തിന്റെ പരമാധികാരിയായി മാറിയിട്ടുണ്ട് അവിടുത്തെ ആ സ്വാതന്ത്ര്യ സമരത്തെ, വിമോചന പ്രസ്ഥാനത്തെ നയിച്ചിട്ടുള്ള വ്യക്തി എന്ന് കാണാൻ പറ്റും. ചൈനയിൽ മാവോ സേതുങ് അവിടുത്തെ വിപ്ലവം നയിച്ചു, മാവോ സേതുങ് അവിടുത്തെ ഭരണാധികാരിയായി. നോർത്ത് കൊറിയയിൽ കിം ഇൽ സുങ് അവിടുത്തെ വിപ്ലവം നയിച്ചു, അവിടെ കിം ഇൽ സുങ് അവിടുത്തെ അധികാരിയായി. ലെനിൻ സോവിയറ്റ് വിപ്ലവം നയിച്ചു, ലെനിൻ അവിടുത്തെ അധികാരിയായി. വിയറ്റ്നാമിൽ ഹോജിമിൻ നയിച്ചു, ഹോജിമിൻ അവിടുത്തെ അധികാരിയായി. ക്യൂബയിലെ കാസ്ട്രോ നയിച്ചു, കാസ്ട്രോ അവിടുത്തെ അധികാരിയായി. ഇങ്ങനെ ഒരു രാജ്യത്തെ സ്വാതന്ത്ര്യത്തിലേക്ക്, മോചനത്തിലേക്ക് നയിച്ച ശേഷം അത് നൽകുന്ന അധികാരത്തിൽ നിന്ന് വഴിമാറി നടന്ന ഒരു വ്യക്തി മാത്രമേ ഉള്ളൂ, അത് മഹാത്മാഗാന്ധിയാണ്. അവരുടെ രണ്ടാമതൊരാളില്ല. എവിടെ എത്ര സൂക്ഷ്മമായിട്ട് ഏത് മൈക്രോസ്കോപ്പ് വെച്ച് പരിശോധിച്ച് നോക്കിയാലും നിങ്ങൾക്ക് രണ്ടാമതൊരാളെ കാണാൻ പറ്റില്ല. ഈ അധികാരത്തിന്റെ ആർഭാടങ്ങളിൽ നിന്നെല്ലാം അകന്ന് ചേരികളിലേക്ക് സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങൾ നടക്കുന്ന സമയത്ത് നീങ്ങിയ ഒരു മനുഷ്യൻ, വളരെ നിസ്വനായി ജീവിച്ച ഒരു മനുഷ്യൻ. ആ മനുഷ്യൻ ഇന്ത്യയെക്കുറിച്ച് വലിയൊരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു, ഒരു സങ്കല്പം ഉണ്ടായിരുന്നു. ആ ഗാന്ധിജിയെ കുറിച്ച് തന്നെ എയ്ഡ്സിനെയൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ആലോചിക്കണം. അതായത് രക്തവും മാംസവും ചേർന്ന ശരീരത്തോടുകൂടി ഒരു മനുഷ്യൻ ഇങ്ങനെ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നുവെന്ന് അടുത്ത തലമുറകളോട് പറഞ്ഞാൽ ഒരു പക്ഷേ അവർ വിശ്വസിക്കുക പോലുമില്ല. അങ്ങനെയാണ് ഗാന്ധിജിയെ കുറിച്ച് പറഞ്ഞാൽ, ഗാന്ധിജിയുടെ ലാളിത്യമാർന്ന ജീവിതത്തെക്കുറിച്ച് പറഞ്ഞാൽ, സുതാര്യ സ്വച്ഛമായ ആ ജീവിതചര്യകളെ കുറിച്ചൊക്കെ പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയും ജീവിക്കാമോ എന്ന് പുതിയ തലമുറ അത്ഭുതപ്പെട്ടു പോകും. അങ്ങനെ അത്ഭുതപ്പെടുത്തുന്ന വിധത്തിലുള്ള ഒരു വ്യക്തിത്വം. അതേസമയം ഏറ്റവും സമാധാനപരമായ ജീവിതം നയിച്ച ആള്, ഏറ്റവും സമാധാനപരമായി ജീവിക്കുന്നതാണ് ഏറ്റവും അപകടകരമായ അന്ത്യത്തിലേക്ക് വഴിതെളിക്കുന്നത് എന്ന് സ്വന്തം ജീവിതം കൊണ്ട് തെളിയിച്ച ആളുമാണ്. എത്രയോ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. നോൺ വയലൻസിനെ കുറിച്ച് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു. എന്നാൽ ഏറ്റവും വയലന്റ് ആയിട്ടുള്ള ഒരു ഡെത്തിന് വിധേയനാകേണ്ടി വരികയും ചെയ്തു. അങ്ങനെ ജീവിതം തന്നെ പാഠമാക്കി നമ്മുടെ വരും തലമുറകൾക്ക് മുമ്പിൽ വെച്ചിട്ടുള്ള ഒരു മനുഷ്യൻ. ആ മനുഷ്യന്റെ മനസ്സിൽ ഇന്ത്യയെക്കുറിച്ചൊരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു. ആ കൺസെപ്റ്റിൽ നിന്നൊക്കെ ഇന്ത്യ എത്രയേറെ മാറി അകന്നകന്നു പോയി എന്നുള്ളതിലേക്കൊന്നും കടക്കാനുള്ള സന്ദർഭമല്ല ഇത്. ഞാൻ അതിലേക്കൊന്നും ഇപ്പോൾ കടക്കുന്നുമില്ല. എന്നാൽ ഗാന്ധിജിക്ക് ഈ രാജ്യം ഉയർന്നു വരേണ്ടത്, വളർന്നു വരേണ്ടത് ഗ്രാമങ്ങളിൽ ഊന്നി നിന്നുകൊണ്ടാണ് എന്നും ഗ്രാമങ്ങൾ എന്ന് പറയുന്നത് ഭാരതത്തിന്റെ ഹൃദയമാണെന്നുള്ള ഒരു സങ്കല്പം ഉണ്ടായിരുന്നു. ആ ഗ്രാമങ്ങളെ വിസ്മരിച്ചുകൊണ്ട് നഗരങ്ങളിലേക്ക് കേന്ദ്രീകരിക്കുന്ന, ഏതാണ്ട് ലൂട്ടിംഗ് ദ ഹോൾ കൺട്രി ആൻഡ് നേഴ്സിംഗ് ദ ക്യാപിറ്റൽ എന്ന് പറയാവുന്ന വിധത്തിൽ ഉള്ള റിസോഴ്സ് മൊബിലൈസേഷൻ, അതിന്റെ വിതരണവും നടക്കുന്ന ഒരു കാലത്ത് ഗാന്ധിജിക്കുള്ള പ്രസക്തി വളരെ വലുതാണ്. അതിനും അപ്പുറത്ത് ആലോചിച്ച് നോക്കിയാൽ ഈ ലിബറലൈസേഷന്റെ, ഉദാരവൽക്കരണത്തിന്റെ, ആഗോളവൽക്കരണത്തിന്റെ ഒരു ക്രൂരകാലത്താണ് നമ്മൾ കഴിയുന്നത്. അത്തരം ഒരു കാലഘട്ടത്തിൽ ഈ ഗ്ലോബലൈസേഷന്റെ വിപത്തുകൾക്ക്, വെല്ലുവിളികൾക്ക്, ഭീഷണികൾക്ക് ബദലായി വരിക എന്താണ് എന്ന് ചോദിച്ചാൽ തീർച്ചയായും എൻ്റെ മനസ്സിൽ വരുന്നത് ഗാന്ധിയുടെ തത്വമാണ്. ഓരോ ഗ്രാമവും സ്വയം പര്യാപ്തമാവുക,
ജനങ്ങൾ ആ വാർഡിൽ ആ ഗ്രാമത്തിൽ എന്തൊക്കെയാണോ അവർക്ക് ആവശ്യമുള്ളത് അതെല്ലാം അവിടെ ഉൽപ്പാദിപ്പിക്കുക, അങ്ങനെ സുഭിക്ഷ സുന്ദരമായി കഴിയുക. ആ വിധത്തിൽ ഉള്ള ഒരു സ്വരാജ്യലൂന്നിയ സ്വാശ്രയത്വത്തിൽ ഊന്നിയ ഒരു രാഷ്ട്ര സങ്കല്പം ഉണ്ടെങ്കിൽ ഗ്ലോബലൈസേഷന് പകരം വെക്കാൻ അതിന് അപ്പുറമൊന്നുമില്ല. ഗ്ലോബലൈസേഷന്റെ വലിയൊരു തത്വം തന്നെ ദർ ഇസ് നോ ആൾട്ടർനേറ്റീവ് എന്നാണ്. ദർ ഇസ് നോ ആൾട്ടർനേറ്റീവ് എന്ന് ഗ്ലോബലൈസേഷൻ പറയുമ്പോൾ ദർ ഈസ് ആൻ ആൾട്ടർനേറ്റീവ് എന്ന് നമുക്ക് കാണിച്ചു തന്നു മഹാത്മാഗാന്ധി അദ്ദേഹത്തിന്റെ ജീവിതം കൊണ്ട്, അദ്ദേഹത്തിന്റെ രചനകൾ കൊണ്ട്, അദ്ദേഹത്തിന്റെ കൃതികൾ കൊണ്ട്. അങ്ങനെ അദ്ദേഹത്തിന്റെ സങ്കല്പം ഏത് വിധത്തിലുള്ള ഒരു ഭരണഘടനയാണ് സ്വതന്ത്ര ഇന്ത്യക്ക് ഉണ്ടാകേണ്ടത് എന്നുള്ളത് ഇന്ത്യ സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് പോലും മുമ്പ് ആലോചിക്കുകയും വിഭജനത്തിനൊക്കെ മുമ്പ് തന്നെ ഇന്ത്യയുടെ ഒരു ഭരണഘടന ഏത് രൂപത്തിലാവണമെന്നത് സംബന്ധിച്ച് ചിന്ത പങ്കുവയ്ക്കുകയും ഒരു വലിയ മനുഷ്യൻ അത് അടുത്തിരുന്ന് എഴുതിയെടുക്കുകയും ആ എഴുതിയെടുത്ത് ഒരു പുസ്തക രൂപത്തിലാക്കുകയും ആ പുസ്തക രൂപത്തിലുള്ള ഭരണഘടനാ സങ്കല്പം മാറുന്ന കാലത്ത് പ്രസക്തമാണ് എന്ന് പരിഭാഷയിലൂടെ ശ്രീ ശിവന്മാർ തെളിയിക്കുകയും ചെയ്തിരിക്കുകയാണ്. അങ്ങനെ നമ്മളുടെ കൈവശം എത്തിച്ചേരുന്ന പുസ്തകമാണിത്. നമ്മുടെ ചിന്താമണ്ഡലത്തെ സ്വാധീനിക്കാൻ പോലും വിധത്തിലുള്ള ഒരു കൃതി എഴുതിയിരുന്ന ശ്രീ ശിവൻ മഹദിനെ ഞാൻ അഭിനന്ദിക്കുകയാണ്. ഈ കൃതി ഏറ്റുവാങ്ങാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം വീണ്ടും ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. 1940കളിലും 50കളിലും സ്വാതന്ത്ര്യം കിട്ടിയ ഡീകോളനൈസേഷൻ ഭാഗത്ത് സ്വാതന്ത്ര്യം കിട്ടിയ 25ഓളം രാജ്യങ്ങളുണ്ട്. അതിൽ ഏറെക്കുറെ 23 രാജ്യങ്ങളും അതിനുശേഷം ആഭ്യന്തര കലാപവും മറ്റു കാര്യങ്ങളുമായിട്ടൊക്കെ കോൺസ്റ്റിറ്റ്യൂഷൻ ശിഥിലമായിട്ടുള്ള ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. പക്ഷെ ഗാന്ധിയുടെ ഈ ഫ്രീ കോൺസ്റ്റിറ്റ്യൂഷൻ ഫോർ ഇന്ത്യ എന്ന് 1940കളിൽ രചിച്ച പുസ്തകം പിന്നീട് 45-ൽ അദ്ദേഹം തന്നെ അവതാരം എഴുതിയ 47-ൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. അത് പിന്നീട് ശ്രീ അംബേദ്കറും ദാക്ഷായണി വയലാജിനും ഒക്കെ ഉള്ള കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി ഇതിന്റെ ഒരു സത്യമായിട്ട് എടുത്തുകൊണ്ട് തന്നെയാണ് പല കാര്യങ്ങളും. കാരണം സ്വരാജ്, അധികാര വികേന്ദ്രീകരണം, ഇതൊക്കെ ഈ ഗാന്ധിജിയുടെ ഒരു ഫ്രീ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയിൽ നിന്നാണ് ഇത് ഉടലെടുത്തത്. മുമ്പ് പറഞ്ഞ പോലെ അഡ്വക്കേറ്റ് ശിവൻ മഠത്തിൽ പറഞ്ഞ പോലെ ഇത് ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം. പിന്നീട് 144 ദിവസത്തോളം എടുത്ത ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഇതിന് പിന്നീട് ഭേദഗതികളും ഒക്കെ വളരെ അധികമായിട്ടാണ് വന്നത്. ഇതെല്ലാം കൂടെ കൂടിയിട്ടാണ് പിന്നീട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പിന്നീട് ഒരു മുഖം വരുന്നതും അതിന്റെ ഒരു ഗ്രാമസ്വരാജ് എന്ന് പറയുന്ന ഒരു ആശയം ഒരുപക്ഷെ പിന്നീട് 2 ദശാബ്ദത്തോളം അതിനെപ്പറ്റി ചർച്ചയില്ലായിരുന്നെങ്കിലും പിന്നെ അത് ഇതിന്റെ അടിസ്ഥാനമായിട്ട് എടുത്തുകൊണ്ടാണ് പിന്നെ പഞ്ചായത്ത് രാജ് പോലുള്ള പല കാര്യങ്ങളിലോട്ടും ഈ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് തന്നെ അടർത്തിയെടുത്തുകൊണ്ടാണ് ഇങ്ങനൊരു കാര്യം വന്നതും കേരളം അതിനൊരു മാതൃകയായിട്ടും ഒക്കെ വന്ന ചരിത്രമുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു പുസ്തകം ഇൻഡോളജിക്കൽ പ്രസ് ഇറക്കാൻ, അതും പ്രത്യേകിച്ച് ഒരു നിയമവിദഗ്ധൻ തന്നെ അഡ്വക്കേറ്റ് ശിവൻ മഠത്തിൽ തന്നെ ഇത് തർജ്ജമ ചെയ്യുകയും ഒക്കെ ചെയ്തതിൽ പ്രത്യേക അഭിനന്ദിക്കുന്നു. ഒരു റെഫറൻസ് ആയിട്ട് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു പുസ്തകമാണ്, സൂക്ഷിച്ചു വെക്കാൻ പറ്റിയ പുസ്തകമാണ്. അതുകൊണ്ട് ഒരു പ്രസാധകന്റെ മഹത്വം എപ്പോഴും ഇരിക്കുന്നത് എന്ത് തരം ഏത് പുസ്തകം പ്രസിദ്ധീകരിക്കും എന്നുള്ളതിലാണ്. അതുകൊണ്ട് പ്രസാധകരും വിവർത്തകരും എല്ലാം അഭിനന്ദനങ്ങൾ. നമ്മുടെ ഇന്നത്തെ സമയം സമാപിക്കുകയായി. ഈ സമയത്ത് നന്ദി പറയുന്നതിന് വേണ്ടി 10ലധികം പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ച ശ്രീ സുധീഷ് നമ്പൂതിരി, DC ബുക്സ്, സാഹിത്യ അക്കാദമി, ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നിവയിലൂടെ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ച ശ്രീ സുധീഷ് നമ്പൂതിരി, ഇന്ത്യ ബുക്സിന്റെ അസോസിയേറ്റ് എഡിറ്റർ, അദ്ദേഹത്തെ ക്ഷണിച്ചു കൊള്ളുന്നു. നന്ദി പറയുക. നമസ്കാരം. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ ശ്രീ പ്രഭാവർമ്മ സാർ, ശ്രീ സന്ധ്യ മാഡം, ശ്രീ രവി സാർ എന്നിവർക്കും പുസ്തകം പ്രസിദ്ധീകരിക്കാൻ ഞങ്ങളെ ഏൽപ്പിച്ച ശ്രീ ശിവൻ മഠത്തിനും നന്ദി പറയുന്നു. അതുപോലെ ഇത്രയും സമയം ഇവിടെ സശ്രദ്ധം ഇരുന്ന എല്ലാവർക്കും നന്ദി പറയുന്നു.